അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, ഒരു പ്രധാനപ്പെട്ട ദിക്ർ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത, ഒരു ദിവസം പോലും ചൊല്ലാത്ത ഒരു ദിവസം ഉണ്ടാകാൻ പാടില്ല. അത്രയും മഹത്വമുള്ള ദിക്റാണ്. സുബഹി നിസ്കാരത്തിന് ശേഷവും മഗ്രിബ് നിസ്കാരത്തിന് ശേഷവും പതിവായി ചൊല്ലിവരുന്ന 10 തവണ സലാം വീട്ടിയ ഉടനെ ചൊല്ലുന്ന ഈ ദിക്ർ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസാണ്. അവിടെ നിന്ന് പറയുന്നു, 100 തവണ ഈ ദിക്ർ ചൊല്ലുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ നമുക്കൊക്കെയും അറിയാവുന്ന ഈ ദിക്ർ 100 തവണ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ ഒരു ദിവസം കാന ലഹു അദ്ലു അശ്റ റിഖാബിൻ, അദ്ദേഹം ആ ദിവസം 10 അടിമകളെ മോചിപ്പിച്ചവനെ പോലെയാണ്. വകുതിബത് ലഹു മിഅതു ഹസന, അദ്ദേഹത്തിന് ആ ദിവസം അല്ലാഹു തആല 100 ഹസനത്ത് നന്മകൾ, നല്ല പ്രവർത്തനങ്ങൾ അവന്റെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുകയാണ്. വമുഹിഅൻഹു മിഅതു സയ്യിഅ, 100 തിന്മകൾ അല്ലാഹു തആല അവന്റെ അക്കൗണ്ടിൽ നിന്ന്, അവന്റെ ലിസ്റ്റിൽ നിന്ന്, ചെയ്തു വെച്ച അവന്റെ റിക്കാർഡിൽ നിന്ന് അല്ലാഹു തആല മായ്ച്ചു കളയുകയാണ്. വകുന്ന ലഹു ഹിർസ മിന ശൈത്വാൻ, ആ ദിവസം അദ്ദേഹം സാഹിറ യൗമിഹി ലല്ലൈലി, അദ്ദേഹം ആ ദിവസം മുഴുവനായും രാത്രി അടക്കം അവൻ ശൈത്വാനിന്റെ ഫിത്നയിൽ നിന്ന് മോചിതനാണ്, രക്ഷപ്പെട്ടവനാണ്. അല്ലാഹു തആല പ്രൊട്ടക്ട് ചെയ്യുകയാണ് അവനെ. വലം യഅതി അഹദുൻ ബിഅഫ്ളല മിമ്മാ അതാ ബിഹി ഇല്ലാ മൻ കാല അക്തറ, അദ്ദേഹത്തെക്കാൾ ആ ദിവസം അഫ്ളലായ ഒരാൾ ഇല്ല. ആ ദിക്ർ അദ്ദേഹം ചെയ്തതുപോലെ മറ്റൊരാൾ ചെയ്യുകയാണെങ്കിൽ അവനും ഇവനും തുല്യനാണ്. മറ്റുള്ളവരെക്കാൾ ഇദ്ദേഹം ആ ദിവസം അഫ്ളലാണ്, ഏറ്റവും മഹത്വമുള്ളവനാണ്. ആ ദിവസം അദ്ദേഹത്തെക്കാൾ കൂടുതൽ ചൊല്ലിയ ഒരാൾ ഒഴികെ, അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ ഈ ദിക്ർ മറ്റുള്ള ഒരാൾ 100-നേക്കാൾ ഏറെ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അവനായിരിക്കും ഇതിനേക്കാൾ ഉത്തമൻ. അപ്പോൾ അത്രയും മഹത്വമുള്ള ദിക്റാണ് ഈ ദിക്ർ. എല്ലാവരും ഓരോ ദിവസം 100 തവണ പതിവാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ.